ചേച്ചിയെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയുടെ പെർഫോമൻസ്? എങ്ങനെയാണോ ആള് റിയൽ ലൈഫിൽ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിഷ്ടമായി നമ്മളെ നിൽക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ കുഴപ്പമില്ല, ജനവിധി എങ്ങനെയാണോ അത് കുഴപ്പമില്ല. വീട്ടിൽ നിൽക്കുക, ഇനി നേരിട്ട് കണ്ടിട്ട് വേണം കൂടുതൽ അറിയാനായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു വീട്ടിലെ എക്സ്പീരിയൻസ് ഒക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫോണിൽ സംസാരിച്ചു. ഇനിയിപ്പോൾ നേരിട്ട് വരുമ്പോൾ എല്ലാം സ്പൈസി സ്റ്റഫ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ മാക്സിമം എത്ര ദിവസം നിൽക്കാനാണ് എൻ്റെയൊക്കെ ആഗ്രഹം. പിന്നെ എന്താ ഇങ്ങനെ ജനവിധി അതേപോലെ അതേപോലെ ഒന്നുമില്ല. ചേച്ചി കുറച്ചുകൂടി പെർഫോമൻസ് കാണിക്കുന്ന ആളാണ്. അപ്പം ചേച്ചി അല്ലാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരോടുണ്ടല്ലോ. അതെ അതെ, അതാണ്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം വോട്ടിംഗ് അടിസ്ഥാനത്തിലാണല്ലോ. അപ്പൊ നമ്മളെങ്ങനെയാ പറയാ? ചേച്ചിക്ക് വോട്ട് കിട്ടിയില്ലെന്നാണോ അതിന്റെ അർത്ഥം? എനിക്കറിയില്ല. എനിക്കറിയില്ല. പണിയല്ല, നമ്മൾ തുടർച്ചയായിട്ട് ഒരു 3 ആഴ്ചയൊക്കെ റൂമിൽ നിൽക്കുമ്പോൾ വോട്ടിംഗ് ലെവല് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഐ ആം നോട്ട് ആൻ എക്സ്പേർട്ട്. ചിലപ്പോൾ അതിന് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ടാവാം. ചേച്ചി എടുത്ത ഡ്രസ്സിന്റെ ഒക്കെ പുറത്ത് ഭയങ്കരമായിട്ട് ഞാൻ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. അതിനെപ്പറ്റി എന്താ പറയുന്നത്? സ്പോർട്സ് വെയർ ആണ്. അപ്പൊ ബോഡി ഹഗിങ് ഒരു ഡ്രസ്സായിരുന്നു അന്ന് ഇട്ടത്. അപ്പം അത് നമ്മൾ ഏതൊരു ഡ്രസ്സാണ് നമ്മൾ വല്ലാണ്ട് സൂമൊക്കെ ചെയ്തൊക്കെ നോക്കിയാൽ അതിൻ്റെതായിട്ട് പറ്റും. അതിപ്പം ഓരോ രീതിയിൽ നമുക്കത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുഴപ്പമില്ല, എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അവർക്കും എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പൊ ജനങ്ങൾക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതൊക്കെ അവരുടെ ഇഷ്ടം. കുഴപ്പമില്ല. ഇപ്പൊ ഞാനിങ്ങനെ ഇറങ്ങിയിട്ട് ഇപ്പൊ 2-3 ദിവസമായല്ലോ. അപ്പൊ അത് ഒരു എപ്പിസോഡ് അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടുള്ളൂ. എല്ലാം ഒന്നും കണ്ടിട്ടില്ല. വീട്ടുകാർ കാണാറുണ്ട് സ്ഥിരമായിട്ട്. അച്ഛനും അമ്മയെ കാണാറുണ്ട്. പോയല്ലോ. ലൈക്ക് എനിക്ക് പേഴ്സണലി പോകുമ്പോ അങ്ങനെ വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആയിട്ട് രണ്ടുപേരും നല്ല അറിയില്ല. ഞാനത് പറഞ്ഞില്ലേ, ഇറങ്ങി കഴിഞ്ഞിട്ട് ഒന്ന് കണ്ടില്ല. ആൾക്ക് ചേച്ചി ഉണ്ടായിരുന്ന ഒരാഴ്ചയിൽ ആഴ്ച സാഡൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ നോക്കിയപ്പോൾ ഫാമിലി റൗണ്ടിൽ അത്യാവശ്യം ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. സോപ്പിന്റെ ഒക്കെ റൗണ്ടിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. എനിക്ക് 3-4 പേര് ഇഷ്ടമാണ്. ഇതേപോലെ സിജോട്ടൻ, ശ്രീതു, അർജുൻ, അവരൊക്കെ ഇഷ്ടമാണ്. പ്രണയാണെന്നൊന്നും പറയാറായിട്ടില്ലല്ലോ. അവര് പറയാൻ നമുക്ക് പ്രണയാന്ന് പറയാൻ പറ്റില്ല. അത് അവർ പേഴ്സണൽ കാര്യമാണ്. എന്തായാലും കുഴപ്പമില്ല. ഫ്രണ്ട്സ് ആണോ ഒന്നും നമുക്കറിയില്ല. ഓക്കെ, എന്റെ ആഗ്രഹം തീർച്ചയായിട്ടും അതാണ്. തീർച്ചയായിട്ടും അവരിലായിരുന്നു. 62 ദിവസം നിന്നു. അതുവരെ അവൾ ആക്റ്റീവായി നിന്നു. ജനങ്ങളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ, അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കുറച്ചുകൂടി ആക്റ്റീവ് അല്ലേ ശരിക്കും ഉണ്ടായിരുന്നത്? ബാക്കി ഒരാഴ്ച കൊണ്ട് അവിടെ നിന്നിട്ടെങ്കിൽ കുറേ കൂടെ ആക്റ്റീവായാണ്. പക്ഷേ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ, വോട്ടിന്റെ അടിസ്ഥാനത്തിൽ എലിമിനേഷനായി. അതിപ്പോൾ ഒന്നും പറയാനില്ല. അല്ല, ആള് നല്ല ആക്റ്റീവാണ്. പക്ഷെ നമുക്ക് ആ വീട്ടിലെ പരിസ്ഥിതി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ എനിക്കറിയാൻ പറയാം അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ അതിനുള്ളിലുള്ള ആൾക്ക് അതിന്റെ ആ ഒരു ഡിഫിക്കൽറ്റി അറിയുള്ളൂ. അപ്പൊ എന്തായാലും പുറത്തിറങ്ങിയിട്ട് ചോദിക്കാനുള്ള ഒരു ഇതിലാണ്. പഠിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ 19 പേർക്ക് കപ്പ് കിട്ടില്ലല്ലോ. അതിൽ വരാനുള്ളത് വിന്നറാവും. അതിൽ നല്ലപോലെ പ്ലേയേഴ്സ് നല്ലപോലെ കളിക്കുന്ന ആരാന്ന് വെച്ചാൽ അവർക്ക് വിന്നറാകാന്നുള്ളത്. അനിതി പോകാൻ താല്പര്യമുണ്ടോ? നോക്കാം. അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവുന്ന അതറിയാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്. അല്ലാതെ ഇങ്ങനെ പോകണം അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നുമില്ല. പക്ഷേ അതിൽ നമ്മൾ എല്ലാവരും ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. ഫോണില്ല, വീട്ടുകാരില്ല, ഇത്രയും പരിചയമില്ലാത്ത ആൾക്കാർ. അപ്പം എല്ലാം ഇങ്ങനെ ടാസ്കുകൾ വരുന്നു. അപ്പം ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അത് തരണം ചെയ്യാനുള്ള മനക്കെട്ടൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്. കണ്ടിട്ടുണ്ട്. ചേച്ചി ഹാപ്പിയാണ്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ എത്ര ദിവസം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളൊരു പോസിറ്റീവായിട്ട് നമ്മൾ ഡിഗ്നിറ്റിയോട് കൂടി തന്നെ നമ്മൾ ഇറങ്ങുന്നു. അപ്പോൾ അതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത്? അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ ഫസ്റ്റ് ആയിട്ടിലാണ് പഠിച്ചത് MBA.